നമ്മൾ ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അകത്തുനിന്നൊരു ശബ്ദം കേൾക്കാൻ പറ്റും, അല്ലേ? അതിനെ നമ്മൾ മനസ്സാക്ഷി എന്ന് കേൾക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കണേ, നമ്മുടെ ഉള്ളിൽ രണ്ട് വോയിസ് ഉണ്ട്. മനസ്സാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് സംസാരിക്കുന്നു, പക്ഷേ അകത്തിരിക്കുന്ന ആത്മാവ് സംസാരിക്കുന്നു. ഓക്കെ, അതാണ് യഥാർത്ഥ സാക്ഷി. ആക്ച്വലി മനസ്സാക്ഷിയുണ്ട്, പിന്നെ ആത്മാവ്, പിന്നെ ജഗത് സാക്ഷിയുണ്ട്. ആളിന്റെ വോയിസ് നമ്മൾ ആക്സസ് ചെയ്യാറില്ല. പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് ആ ജഗത് സാക്ഷിയാണ് സംസാരിക്കുന്നതെന്നാണ്, ഈ പരമാത്മാവാണ് സംസാരിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. ആക്ച്വലി ആളുമായിട്ട് നമ്മൾ അധികം കണക്റ്റഡ് അല്ല. കൂടുതലും മനസ്സാക്ഷി എന്ന് പറയുമ്പോൾ മനസ്സാണ് സംസാരിക്കുന്നത്, മനസ്സിലായി? പക്ഷെ ആത്മാവ്, അതായത് നമ്മൾ ചില സമയത്ത് തറ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ഇങ്ങനെയൊക്കെ വേണോ എന്ന് നമ്മളോട് ചോദിക്കും. നമ്മുടെ നമ്മൾ തന്നെയാണ്, അതായത് ആത്മാവ് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രത്യേക ഒരു സംഭവമാണ്. അതായത് ആത്മാവാണ് യഥാർത്ഥത്തിൽ ലിവിങ് ഫോഴ്സ്. എന്നിട്ട് മനസ്സെന്ന് പറഞ്ഞാൽ നിർജീവമായിട്ടുള്ളൊരു വസ്തുവാണ്. പക്ഷേ അതായത് ഈ പണ്ടത്തെ ഏതോ ഒരു സിനിമയില്ലേ, അന്യൻ സിനിമ, അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ഉള്ളിൽ തന്നെ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് നമ്മൾ, ആത്മാവും. എന്നിട്ട് ഈ ആത്മാവ് തന്നെ മനസ്സുമായിട്ട് കൂട്ടുപിടിച്ചിട്ട് വേറൊരു രൂപമാക്കുകയാണ്. അതായത് നമ്മൾ മനസ്സ് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മനസ്സെന്ന് പറയാൻ ആക്ച്വലി നമ്മൾ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. അന്നേരം ആത്മാവ് മനസ്സിന്റെ ഫിൽട്ടറിങ്ങിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പലതും പറയും. അപ്പോൾ അതെല്ലാം വലിയ പ്രശ്നം. പക്ഷെ ആ ഫിൽട്ടറിങ്ങിൽ നിന്ന് മോചിതനായിട്ട് ആത്മാവ് പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ മനസ്സാക്ഷി. നമ്മൾ പറയാറില്ലേ, മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ആക്ച്വലി മനസ്സാക്ഷിയല്ല, ആത്മസാക്ഷി എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. ഇത് കൂടാതെ പരമാത്മാവും കൂടി ഇരുന്നുണ്ട്. അതൊന്നും ആലോചിച്ച് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടന്നു. ഒന്ന്, നമ്മുടെ മനസ്സ് പറയുന്നത്, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻ്റെ ഇഷ്ടം, എൻ്റെ തീരുമാനങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാം മനസ്സിൻ്റെ കാര്യങ്ങളാണ്, മനസ്സിൻ്റെ തീരുമാനങ്ങളാണ്. ആക്ച്വലി നമ്മുടെ തീരുമാനങ്ങളല്ല. അന്നേരം അത് ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ കോൺസയൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ആത്മാവിന് തന്നെ ഒരു വലിയ വിഷമമുള്ളൂ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, മനസ്സിലായി? അതായത് ഒരു വണ്ടിക്കകത്ത് ഒരു ഡ്രൈവർ ഇരിക്കുന്നു, പുറകിലൊരു പാസഞ്ചർ ഇരിക്കുന്നു. ആ പാസഞ്ചറാണ് നമ്മൾ ആക്ച്വലി. എന്നിട്ട് ഡ്രൈവർ പറയുന്ന പാസഞ്ചർ പറയുന്ന രീതിയിലല്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പാസഞ്ചർ പറയുകയാണ്, ഇങ്ങനെ ഓടിക്കാൻ ഇത് ചെയ്യരുത്, വണ്ടി ആക്സിഡന്റ് ആവും, ഇങ്ങനെ ആവും, അങ്ങനെ പറഞ്ഞോണ്ട്. അന്നേരം അതാണ് ആക്ച്വലി എന്ത്, ആത്മാവിന്റെ സാക്ഷി ഉള്ളിൽ നിന്ന്. അതാണ്, അതായത് മനസ്സാക്ഷി എന്ന വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട്. അത് ആക്ച്വലി ആത്മസാക്ഷിയാണ്. നമ്മുടെ ആത്മാവിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ തന്നെ ശബ്ദം. അതായത് ഈ ഫിൽട്ടറിങ്സിൽ നിന്ന് മോചിതനായിട്ടുള്ള ചില സമയത്ത് നമുക്ക് തന്നെ വളരെ അസഹനീയമായിട്ട് തോന്നും നമ്മുടെ പ്രവൃത്തികൾ. അതാണ് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം. പക്ഷെ കൂടുതലും നമ്മൾ എന്താണ്, മനസ്സിനെ കൂട്ടുപിടിച്ചിട്ട് അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ചില സമയത്ത് നമ്മൾ. അതായത് പ്രത്യേകിച്ച് സാത്വികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ, മനസ്സ് സത്വഗുണത്തിൽ ഇരിക്കുമ്പോൾ ഏകദേശം ആത്മാവുമായിട്ട് വളരെ കണക്റ്റഡ് ആവും. അപ്പോഴാണ് നമുക്ക് നല്ല നല്ല ചിന്തകൾ വരുന്നത്. പക്ഷേ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും മാലിന്യങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസാക്ഷി, മനസ്സാക്ഷി, പിന്നെ ജഗത് സാക്ഷി, ഈ ജഗത്തിന്റെ മുഴുവൻ സാക്ഷിയായിട്ടിരിക്കുന്ന പരമാത്മാവ്. നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കുന്നത് നിർത്തിയിട്ട് പരമാത്മാവ് പറഞ്ഞ് കേൾക്കുന്നത്, പരമാത്മാവായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോഴാണ് നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സേഫ് അല്ല.
ഈ മനസ്സ് പറയുന്നത് കേട്ടിരിക്കുമ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഒരു ഷുവറിറ്റി കാണത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.